തവണ ഷാജി പാപ്പനൊക്കെ ഒരു 1.5 വരവായിരിക്കും വരുന്നത്, ചെറിയ വരവല്ല. ഷാജി പാപ്പൻ എന്തായാലും 1.5-2.5 വരവായിരിക്കും. ധർമ്മചേട്ടന് അപ്പൊ 2 റോളുണ്ട്, 2 രൂപത്തിൽ കാണാൻ പറ്റും. എല്ലാവർക്കും ഉണ്ട്. ഓർമ്മ വരുന്നുണ്ട്, ഓർമ്മ വരുന്നുണ്ട് സീന് പൊളിക്കും. എനിക്കൊരു കോള് വരും, ചേട്ടനെന്തിനാണൊക്കെ പറയാൻ പോയെന്നൊക്കെ ചോദിച്ചിട്ട് വേണമെങ്കിലും വിളി വരും. പക്ഷെ ഞാൻ പറയാ ആട് 4 ഉണ്ടാവും. ആട് 3നെ കുറിച്ചില്ലേ നിലവിൽ പറയാൻ പറ്റുന്നത് എന്താണ്? ആട് 3 പറയാനട്ടെ, ബിഗ് ബഡ്ജറ്റ് പടമാണ്, ബ്രഹ്മാണ്ഡ പടമാണ്, ഒരു എപ്പിക് മൂവിയാണ്. ജോണർ ഭയങ്കര ഇത് ആട് 2 വേറെ മാറ്റിയാ പിടിച്ചേക്കുന്നത്. കഴിഞ്ഞ 1ഉം 2ഉം പോലെയല്ല, അതൊരു ടൈം ട്രാവലറാണ്. കോമഡി മൂവിയാണ്. അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും, എങ്ങനെ ആൾക്കാരെ ഏറ്റെടുക്കും എന്നുള്ളതാണ്. ധർമ്മചേട്ടന് അപ്പൊ 2 റോളുണ്ട്, 2 രൂപത്തിൽ കാണാൻ പറ്റും. എല്ലാവർക്കും ഉണ്ട്. ജയസൂര്യക്കാണെങ്കിലും എനിക്കാണെങ്കിലും നമുക്കുണ്ട്. പുതിയ താരങ്ങളുണ്ട്, രാജനുണ്ട്, ഈ ഷറഫുക്ക് ഉണ്ട് എന്നൊക്കെ പലരും പറയുന്നു. ഷറഫുദ്ദീൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഷറഫുദ്ദീൻ അറിയില്ല, അവനുണ്ടായില്ലെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എവിടം വരെ ഈ ഷൂട്ട് മൊത്തത്തില്? ഷൂട്ട് വലിയ പടമാണോ, വലിയ സെറ്റ്, കുറെ സമയമെടുക്കും. ബ്രേക്ക് എടുത്ത് കാണാം. ഇപ്പൊ ബ്രേക്ക് കാണാം, ഒരു ചെറിയ ബ്രേക്ക്. അടുത്ത ദിവസം തന്നെ തുടങ്ങും. ഈ ആട് പ്രസന്റ് കാലഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതിപ്പോ ഒരു രാജകാലഘട്ടം. ഫസ്റ്റ് അതാണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്, പാലക്കാടാണ്. അല്ല, ഫസ്റ്റ് രാജകാലഘട്ടമാണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അല്ലേ ഈ കാട് 2-ലും 1-ലൊക്കെ കോസ്റ്റ്യൂം ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. മറ്റേ ഷാജി പാപ്പന്റെ ആട് 1-ലുള്ള ക്യാരക്ടേഴ്സ് അല്ല ഫസ്റ്റ്, വേറെ ടൈമാണ്. പൊളിക്കാൻ പറ്റില്ല പറഞ്ഞു. ഇത്തവണ ഷാജി പാപ്പനൊക്കെ ഒരു 1.5 വരവായിരിക്കും വരുന്നത്, ചെറിയ വരവല്ല. ഷാജി പാപ്പൻ എന്തായാലും 1.5-2.5 വരവായിരിക്കും. 2 പൊളിക്കും നമ്മ. ഭയങ്കര ഞാൻ ഏറ്റവും കൂടുതൽ പിള്ളേരാണെങ്കിൽ അറിയപ്പെടുന്നത് അവര് ക്യാരക്ടറുകൾ, കുറെ ക്യാരക്ടറുകൾ പുള്ളി ചേർന്നെങ്കിലും ഷാജി പാപ്പൻ പുള്ളിയുടെ ഒരു സംഭവം അതിന് ഗംഭീരമായിട്ട് വരും. ഈ ആട് 2-ല് കുറെ കോമഡീസിൽ ഇപ്പോഴും ഭയങ്കരമായിട്ട് റീൽസിലൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അന്ന് ഈ കയ്യിൽ നിന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കോമഡി കാര്യങ്ങളൊക്കെ. എല്ലാരും കയ്യിൽ നിന്നിട്ടുണ്ട്. എല്ലാരും അത് ആട് 2-ല് നമുക്ക് എന്തുവേണമെങ്കിലും ഇടായിരുന്നു. ആട് 3-ല് കയ്യിൽ നിന്ന് ഇതുവരെ ആട് 3-ലും കയ്യിൽ നിന്ന് കുറെ ഇടുന്നുണ്ട്. പൊളിക്കും വന്നു. അത് മിഥുൻ മാനുവൽ എന്ന് പറഞ്ഞാൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടറുടെ കഴിവാണ് ഈ പടങ്ങൾ. 4 വരുന്നുണ്ട്. ഓർമ്മ വരുന്നുണ്ട്, ഓർമ്മ വരുന്നുണ്ട്. സീന് പൊളിക്കും. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പാടോ എന്നറിയാൻ പാടില്ല, ഞാൻ പറയുകയാണ് ആട് 4 കഥ കേട്ടിട്ടുണ്ടാവല്ലോ. 4 വരുന്നു പറയാനെങ്കിൽ കാര്യം ഉണ്ടെങ്കിൽ ആട് 3യുടെ കഥ കേട്ടിട്ടില്ലേ? കഥ കേട്ടിട്ടുണ്ട്. ആട് 4 അല്ല 3യുടെ, അതുകൊണ്ടല്ലേ പറഞ്ഞ 4 വരുന്നുണ്ടെന്ന്. ആട് 3യുടെ ആട് 4ന്റെ ചെറിയ സംഭവം. ആട് 4 വരുന്നുണ്ട്. അല്ല ഒരു കഴിഞ്ഞ സീന് ഇന്ന് സോഷ്യൽ മീഡിയ കത്തും. സോഷ്യൽ മീഡിയ ഒന്ന് കത്തും അറിയാം. സോഷ്യൽ മീഡിയയിൽ കത്തറല്ല, 4 എന്തായാലും വരും. അതല്ല ആട് 4 വരുമെന്ന് പറയുമ്പോഴേ സോഷ്യൽ മീഡിയ തന്നെ വെയിറ്റിംഗ് ആണ്. ആട് 4 വെയിറ്റിംഗ്. മിഥുൻ ചേട്ടൻ കോള് വിളിക്കോ? മിഥുൻ ചേട്ടന്റെ ഒരു കഴിവാണ് ആ പടം. ഞങ്ങളൊക്കെ കൂടെ നിന്ന്. അതല്ല മിഥുൻ ചേട്ടൻ ഇപ്പൊ കോള് ചെയ്യോ? കാരണം ഒഫീഷ്യലായി പറഞ്ഞ ക്യാമറയുടെ മുന്നിൽ പറഞ്ഞാല് മിഥുൻ ചെയ്യാന്നറിയാമല്ലോ. അവൻ സീക്രട്ടായിട്ട് വെച്ച കാര്യമാണ് ഇപ്പൊ പുറത്തു വിട്ടുള്ളത്.